തന്നെ ആ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ആ കടമയാണ് നമ്മളിപ്പോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ജനകീയമായ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളുമാണ്. അതുപോലെ തന്നെ സുന്നി യുവജന സംഘമാണ്. ഈ രണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തവരാരാണെന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ആ പാരമ്പര്യത്തിലൂടെയാണ് പരിശുദ്ധ ദീൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അൽ ഇസ്നാദു മിന ദീൻ എന്നാണ് മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അൽ ഇസ്നാദു മിന ദീൻ. ആ പാരമ്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാകുന്നു ദീന് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ആ ഒരു മഹത്തായ ഇസ്നാദ് എന്ന് പറയുന്ന പൂർവികരിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു താവഴി ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഒരു മാർഗരേഖ ഇല്ലായിരുന്നുവെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും ഓരോരുത്തരും ഓരോന്ന് പറയും. ആ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് കൊണ്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തോന്നിയത് പോലെ പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അൽ ഇസ്നാദു മിന ദീൻ എന്ന മഹത്തുക്കൾ പഠിപ്പിച്ചത്. എന്നാൽ അത് അപ്പടി വിശ്വസിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെന്ത് പറഞ്ഞോ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നവർ. എന്നാൽ പിൽക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ആ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ലഭിച്ചത് എന്ന് പറയണം എന്ന ചിന്ത സമൂഹത്തിൽ ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അൻ മുഹമ്മദ് ബിൻ സീരീന റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന ഹാദൽ ഇൽമ ദീനും ഫൻദുറു അമ്മൻ തഅഖുദൂനഹു. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ ദീനാണ്. അതുകൊണ്ട് നിങ്ങൾ ദീൻ ആരിൽ നിന്ന് പഠിക്കുന്നു എന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആരിൽ നിന്നാണ് നമ്മുടെ ഇൽമ പിടിച്ചെടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആരിൽ നിന്നെങ്കിലും പഠിച്ചാൽ പോരാ, എവിടെ നിന്നെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ. അതാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. തെളിവ് ചോദിക്കാതെ അംഗീകരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ എന്തിന് തെളിവ് ചോദിക്കൽ വന്നു എന്ന് ചോദിച്ചാൽ പണ്ട് കാലത്തൊന്നും ഇസ്നാദിനെ